പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു കഥയാണ്. ഗുരുവായൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പുത്തൂർ എഴുതിയ ഒരു കഥയാണ്. അവിടെ കല്യാണ മണ്ഡപത്തിൽ ജോലി ചെയ്യുന്ന ഒരു ആൾ, കല്യാണമേ അയാൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അയാൾ ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് തൻ്റെ ഇത്ര കല്യാണങ്ങൾ നടത്തിയിട്ടും തൻ്റെ കല്യാണം നടക്കാത്ത ഒരവസ്ഥയിൽ ഒരു ആൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളാണ് ഈ കഥയിൽ കടന്നു വരുന്നത്. മരക്കട്ടിൽ എന്നാണ് കഥയുടെ പേര്. ഉണ്ണികൃഷ്ണൻ പുത്തൂർ. മരക്കട്ടിൽ. ട്രാൻസ്ഫറായി പഴയ ലാവണത്തിൽ തന്നെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. കല്യാണം കണ്ട് മരവിച്ചു കഴിഞ്ഞതാണ്. ജീവിതത്തിൽ അയാൾക്ക് മാത്രം കല്യാണമില്ലേ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അമർത്തിപ്പിടിച്ച വികാരങ്ങൾ ടാറുപോലെ ഉരുക്കി കിടക്കുകയാണെന്ന് തോന്നും അയാളുടെ മുഖഭാവം കണ്ടാൽ. പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന കണ്ണും എല്ലിച്ച മുഖവും തേഞ്ഞ പല്ലുകളും അയാളുടെ മുഖത്തെ അസുന്ദരമാക്കി. ആ മുഖം ആർക്കും ഇഷ്ടപ്പെടുകയില്ല. ഇപ്പോൾ കല്യാണ പാർട്ടിക്കാർക്ക് മുറി റിസർവ് ചെയ്യുന്ന തൊഴിലിൽ തളച്ചിട്ടിരിക്കുകയാണ്. കുറെ കൂടി സൗമ്യമായി പെരുമാറാൻ അറിയാവുന്ന ആരെയെങ്കിലും പറഞ്ഞയച്ചാൽ മതിയായിരുന്നില്ലേ? ആദ്യ ദിവസം തന്നെ നൈറ്റ് ഷിഫ്റ്റാണ്. പുതിയ ദിവസം രാത്രിയിൽ നിന്ന് ആരംഭിക്കുന്നു. വളരെ തീർത്ഥാടകന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട്. സത്രം കോമ്പൗണ്ട് നിറയെ കാറുകളാണ്. അധികവും കല്യാണ പാർട്ടിക്കാരുടേതാണല്ലോ. നല്ല മുഹൂർത്തമുള്ള ദിനങ്ങളാവാം. അടുത്ത ദിവസം 140 150 വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടക്കുമെന്നാണ് കേട്ടത്. 150 കല്യാണം, 150 വരനും 150 വധുവും, 300 സ്ത്രീ പുരുഷന്മാർ ഒറ്റയടിക്ക് ജീവിതം അനുഭവിക്കാൻ പോകുന്നു. വളരെ നല്ലത്. നല്ലവണ്ണം ആഴത്തിൽ ആസ്വദിക്കട്ടെ. എൻക്വയറി ഓഫീസിലെ നീളമുള്ള ക്യൂ ഇനിയും അവസാനിച്ചു കഴിഞ്ഞിട്ടില്ല. തീർത്ഥാടകന്മാരുടെയും സ്വകാര്യ സന്ദർശകരുടെയും തള്ളിക്കയറ്റം. സ്ത്രീകളുടെ അണികളിലേക്ക് അയാൾ തുറിച്ച മിഴികളോടെ ഉറ്റുനോക്കി. വൈശാഖവും വെക്കേഷനും ഒരുമിച്ച് വന്നാൽ ഇതാണ് നില. സൗന്ദര്യത്തിൻ്റെ പ്രവാഹമാണ് മുന്നിൽ കാണുന്നത്. എത്രയെത്ര അഴകുകൾ, എന്തെന്തു ഭാവങ്ങൾ! നിത്യസുരഭിലത ഘനീഭവിച്ചു നിൽക്കുന്ന ആ പനിനീർപ്പൂക്കളെ നോക്കി അയാൾ നെടുവീർപ്പിട്ടു. ആകർഷിച്ചു പിടിക്കുന്ന മുഖഭാവത്തോടെയാണ് എല്ലാവരുടെയും നിൽപ്പ്. മുറികൾക്കു വേണ്ടിയുള്ള അഭ്യർത്ഥനകൾ ആരംഭിച്ചു കഴിഞ്ഞു. തുളച്ചു കയറുന്ന കണ്ണുകൾ ഇരുമ്പഴിക്കൂട്ടിലൂടെ അകത്തേക്ക് തെറിച്ചു വീണു. നോട്ടം പെറുക്കിയെടുക്കാനുള്ള സമയമില്ല. മുറികൾ ഒഴിവില്ല എന്ന 4 ഭാഷയിൽ എഴുതപ്പെട്ട ബോർഡുകൾ മലർത്തിവെച്ചു. എല്ലാവരും വായിച്ചു കൊള്ളട്ടെ എന്ന മട്ടിൽ. അത് വായിച്ചിട്ടും വാശിയോടെ തന്നെ മുന്നേറുകയാണ്. ഇവരോടെന്തു പറയും? പറഞ്ഞിട്ട് എന്തു പ്രയോജനം? അക്കമഡേഷൻ ഈസ് വെരി പുവർ. ടോപ്ലെസ് സ്യൂട്ട് ധരിച്ച ഡൽഹിയിൽ നിന്നും വന്ന ജഘനയായ നാടൻ മദാമ. അയാൾ കേൾക്കത്തക്ക വണ്ണം പറഞ്ഞു, പൊന്നേ, എന്തിനാണ് ഇവിടേക്ക് വരുന്നത്? വീട്ടിൽ സ്വർഗം സൃഷ്ടിക്കാൻ കഴിവുള്ളപ്പോൾ എന്തിനീ നരകത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് വലിഞ്ഞു വന്നു? നെകളം കലർന്ന ആ സ്ത്രീയുടെ അർത്ഥം വെച്ച സംസാരം കേട്ടപ്പോൾ അയാൾക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി. ചോറിന് തകരാറ് വരുന്നത് കൊണ്ട് മിണ്ടിയില്ല. 40നോടടുത്ത ജഘനയുടെ തുറന്ന മാറിൻ്റെ നഗ്നപ്രദർശനമായിരുന്നു ഏറ്റവും ദുസ്സഹം. ബ്രായുടെ ചരടിൽ തൂങ്ങി നിൽക്കുന്ന കൂട്ടാക്കാത്ത വെളുത്ത മാംസത്തിലേക്ക് അയാൾ അറിയാതെ നോക്കിപ്പോയി. വായിൽ പല്ലില്ലാത്ത അയ്യങ്കാർ സ്വാമി കൗണ്ടറിൻ്റെ വിജാഗിരി ഇളകിയ വാതിൽ തള്ളി തുറന്നു കടന്ന് 2 ഉറുപ്പികയുടെ ഒരു ചുവന്ന നോട്ടെടുത്ത് അയാളുടെ നേർക്ക് നീട്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വെച്ചുക്കോ, ഒരു റൂം പോതും. ടിപ്പ് കൊടുത്താൽ മുറി കെട്ടുമെന്ന ഒരു കീഴ്വഴക്കം മുൻഗാമികൾ ചെയ്തു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അയാൾ കിഴവനോട് അയാൾക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു, പറവായില്ലേ, ഇന്താ കാശാലെ കാപ്പി ചാപ്പിടുങ്കോ. പെൺകുഴന്തകൾ ഏതാവത് ഇരുന്താൽ എനക്ക് ரொம்ப സന്തോഷം. നീ മാട മരമാ? കിഴവന് ചുണ്ടി വന്നു. സംശയമില്ലാത്തവണ്ണം അയാൾ പറഞ്ഞു, മരമാട് താൻ. കണ്ണട വെച്ച് ചടച്ചു മെല്ലിച്ച നീലലോചന അയാളോട് ഇംഗ്ലീഷിൽ പറഞ്ഞു, ഐ ആം കമ്മിങ് ഫ്രം ട്രിച്ചി, പ്ലീസ് അക്കമഡേറ്റ് മീ. മധുരമായ ശബ്ദം കേട്ട് തളർന്ന അയാൾ സ്ഫുടതയില്ലാത്ത ഇംഗ്ലീഷിൽ മറുപടി കൊടുത്തു, ഹിയർ ഈസ് നോ റൂം. All rooms are strictly occupied.
നോട്ട് അവൈലബിൾ ടുഡേ എനി സോർട്സ് ഓഫ് അക്കമഡേഷൻ. നീലലോചനയ്ക്ക് വിശ്വാസം വരാത്ത മട്ടിൽ അവിടെ തന്നെ ചാഞ്ഞു ചെരിഞ്ഞ് അങ്ങനെ നിന്നു. ഐ ആം സോറി, ഐ ക്യാൻ നത്തിങ് ഡു എന്നൊഴിയാൻ ശ്രമിച്ചെങ്കിലും വിടാനുള്ള ഭാവമായിരുന്നില്ല. വിനയമധുരയായി ആ സ്ത്രീ തെല്ലിട അയാളെ തന്നെ നോക്കി നിന്നു. തേഞ്ഞ പല്ലുകളും ഉന്തിയ കവിളല്ലുകളുമുള്ള അയാൾ ഓഫീസിന്റെ വാതിൽ ചാരി പുറത്തേക്കിറങ്ങി. നീലലോചന 4-5 വാര അയാളെ അനുഗമിച്ചു. തിരിഞ്ഞു നോക്കാതെ തല വെട്ടുപോത്തിനെ പോലെ പിടിച്ചു നടക്കുന്ന അയാളുടെ പേരിൽ അവൾക്ക് സഹതാപം തോന്നിയിരിക്കാം. ആ മരമോന്തയുടെ പിന്നാലെ പോകുന്നതിൽ അവൾക്ക് ലജ്ജ തോന്നിയിരിക്കാം. പരീക്ഷണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. സത്രം പാർക്കിലൂടെ നടന്ന അവസാനം വീരബൊമ്മ കട്ടശിങ്കനെ കുടിയിരുത്തിയ ഉങ്ങുമരത്തിന്റെ ചുവട്ടിലെ കരിങ്കൽ തറയിൽ പോയിരുന്നു. അയാളുടെ ബോധിവൃക്ഷത്തണലാണത്. ബോധം വരുന്നത് അവിടെ ഇരുന്ന് കഞ്ചാവ് തെറുത്ത ബീഡി വലിക്കുമ്പോൾ മാത്രമാണ്. വീരബൊമ്മ കട്ടശിങ്കൻ എന്ന് ഈ വൃക്ഷത്തിന് നാമകരണം ചെയ്ത ബുദ്ധിമാനെക്കുറിച്ച് ഓർക്കേണ്ടി വന്നു. ധീരോദാത്ത കഥാനായകനായ വീരപാണ്ഡ്യ കട്ടബൊമ്മനായി അഭിനയിച്ചു നടന്നിരുന്ന ഒരു പ്രാദേശിക നടൻ തൻ്റെ അന്ത്യകുദാശ കർമ്മം നിർവഹിച്ചത് ഈ ഉങ്ങിൻ്റെ മൂത്ത കൊമ്പുകളിലൊന്നിലാണ്. ആ മഹാസംഭവം നടന്നിട്ട് അധികം കാലമായിട്ടില്ല. മരണ ഹേതു പ്രേമരോഗമായിരുന്നു. പെണ്ണ് മുൻസിഫിൻ്റെ മകൾ. നടൻ ബാർബർ. വീരബൊമ്മ കട്ടശിങ്കന്റെ രക്തസാക്ഷി മണ്ഡപമായ ഉങ്ങിൻ്റെ തണലിൽ ഇരുന്നപ്പോൾ അല്പം ആശ്വാസം കിട്ടി. ഉങ്ങിൻ ഇലകളിൽ തട്ടി വരുന്ന നേർത്ത ഇളങ്കാറ്റ് ആവി പറക്കുന്ന തലയിൽ തെല്ലൊരു ഷവർ ബാത്ത് നടത്തി. ഷർട്ടിൻ്റെ പോക്കറ്റിൽ തപ്പി നോക്കി. 2 കാണേണ്ടതാണ്. പോക്കറ്റിൽ നിന്ന് 1 കിട്ടിയുള്ളൂ. 1 ഏതെങ്കിലും ഭാഗ്യവാന് കിട്ടിക്കാണും. ഇവനാണ് കുറേ കാലമായി ശാന്തി നൽകുന്നത്. ക്ഷമിക്കാനുള്ള മനക്കരുത്ത് ഇവനില്ലെങ്കിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. 4 ദം ഒരൊറ്റ വീർപ്പിൽ ഉള്ളിലേക്ക് അമർത്തി വലിച്ചു. പുക മൂക്കിലൂടെ കുത്തനെ ഉയർന്നു. കെട്ട് വരെ കത്തിത്തീർന്ന് അവൻ അമർന്നുപോയി. മായാപ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആനന്ദങ്ങളിലൊന്നാണ് ബീഡി കത്തിച്ചു വലിക്കുന്ന അനുഭൂതി. 30 പൈസയ്ക്ക് 2 ബീഡി. 2ാം റൗണ്ട് ഹരമാണ്. ഹരം പിടിച്ചാൽ സ്വർഗം കാൽക്കീഴിൽ കിടന്ന് ഉരുളുന്നു. അയാൾ തൊട്ടു മുന്നിലിരിക്കുന്ന ഭാഗ്യവാന്മാരെ കുറിച്ചോർത്തു. പുതിയ കെട്ടിടങ്ങൾ, വാർത്തെടുക്കാനായി കൂട്ടിയിട്ടിരുന്ന കരിങ്കൽ തുണ്ടുകൾക്കും മണൽ കൂനകൾക്കും ഇടയിലിരുന്ന് വിശ്രമിക്കുന്ന ദമ്പതിമാർ. അവരന്യോന്യം മുഖത്തോട് മുഖം നോക്കിയിരിപ്പാണ്. വെളുത്തുതടിച്ച അവളുടെ മുഖത്തിന് എന്തൊരഴകാണ്. നിലാവും നിഴലും ഇണചേരുന്ന വൃക്ഷത്തലപ്പുകൾക്കു കീഴെയുള്ള സങ്കേതം. സത്രം റെസ്റ്റോറൻറ്റിലെ എച്ചിൽ തൊട്ടിയിൽ നിന്ന് കാശ് കൊടുക്കാതെ ഭക്ഷണം ലഭിക്കുന്ന ഭാഗ്യശാലികൾ. മഹാറാണിയുടെ അടിവയർ അല്പം വീർത്തു തടിച്ചിട്ടുണ്ട്. മൂലക്കണ്ണുകൾ വിങ്ങി നിൽക്കുന്നു. ഇവൾക്കുള്ള 7 അഴകും ഇപ്പോൾ അവനിൽ നിന്ന് ഉണ്ടായതല്ലേ. എല്ലാ പെണ്ണും ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു ചന്തം വേറെ തന്നെയല്ലേ. പാണ്ഡനും മണിയും എന്ന പേരിൽ ഇവരെ സത്രം നിവാസികൾ അറിയുന്നു. പാണ്ഡൻ്റെ സ്വത്താണ് മണി, മണിയുടെ സ്വത്താണ് പാണ്ഡൻ. 2 പേരും ഒരുമിച്ചാണ് ശത്രുക്കളെ നേരിടുന്നത്. സത്രം കോമ്പൗണ്ടിൻ്റെ രാജ്യഭാരം ഏറ്റെടുത്ത പോലെയാണ്. തങ്ങളുടെ വർഗത്തിൽപ്പെട്ട മറ്റാരെയും ഗേറ്റ് കടത്തി വിടുകയില്ല. മുഖ്യ തൊഴിൽ പ്രതിരോധം തന്നെ. കുതിച്ചു വരുന്ന കാറുകളെയും കല്ലെടുത്തെറിയാൻ വരുന്ന ജനങ്ങളെയും അപൂർവമായി മാത്രം ഇവർ എതിർക്കാറുണ്ട്. മുറുമുറുപ്പാണ് അധികം. വേണ്ടി വന്നാൽ അല്പം അശ്ലീലവും പറയാൻ പാണ്ഡൻ മടിക്കാറില്ല. ടൗൺഷിപ്പുകാർ പലതവണയായി അവരെ കുടുക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കൽ മണിയെ കാണാതായപ്പോൾ പാണ്ഡൻ അന്വേഷിച്ച് ഇരുമ്പുകയറ്റിനു വെളിയിൽ പോയി. പാണ്ഡനെ വളയമെറിഞ്ഞു കുടുക്കിയതാണ് രാമു. ടൗണിൽ അലയുന്ന നായ്ക്കളെ പിടിക്കാൻ നടക്കുന്ന രാമു എന്ന നായ്ക്കൻ ചെക്കനെ പാണ്ഡന് ദൃഷ്ടിയെടുത്താൽ കണ്ടുകൂടാ. അതേ മനോഭാവം തന്നെയാണ് രാമുവിന് ഇങ്ങോട്ടും. 1 പിടിച്ചാൽ 2 രൂപ കിട്ടും. 2 പിടിച്ചാൽ 4 രൂപ. ഒരുമാതിരിയൊക്കെ ഒടുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ മിച്ചമായി അവശേഷിച്ച 2 മണിയും പാണ്ഡനും. ബാങ്കിൽ ഇട്ടതുപോലെയാണ് 4 രൂപ. എന്നും ഇരുമ്പു വളയവും ചരടുമായി സത്രം ഗേറ്റിൽ രാമു വന്ന് കാത്തു നിൽക്കും. കോമ്പൗണ്ടിൽ കയറി നായ്ക്കളെ പിടിക്കാൻ പാടില്ലെന്ന് സത്രം മാനേജർ അവന് താക്കീത് നൽകിയിട്ടുണ്ട്. രാമു വിഷമിച്ചിരിക്കുകയാണ്. രാമുവിൻ്റെ നിറം കണ്ടാൽ 2 കൂടി സത്രം ഗേറ്റ് വരെ കുരച്ചെത്തും. മക്കളെ, രാമുവിൻ്റെ വളയത്തിൽ പെടാതെ നോക്കണേ.
ശുനക ദമ്പതിമാരെ കാണുമ്പോൾ അയാൾ നിശബ്ദമായി പറയാറുണ്ട്. നിത്യപരിചിതനായ അയാളെ കണ്ടാൽ ശുനക ദമ്പതികൾ വാലാട്ടും. കൃതജ്ഞതാസൂചകമായ ബഹുമാനം. വാലാട്ടത്തക്ക ബന്ധം വലുതുമുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഒരിക്കൽ ഒരു ഇഡ്ഡലി 2 പേർക്കായി വീതിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തു കൊടുത്താലും നന്ദിയില്ലാത്ത ഒരേ ഒരു മൃഗമല്ലേ മനുഷ്യൻ. ബംഗ്ലാവിൻ്റെ മുന്നിലുള്ള പഴക്കമേറിയ പ്ലാശുമരത്തിൻ്റെ മുകളിൽ നിന്ന് പക്ഷിയുടെ ശബ്ദം കേട്ടു. മരത്തിൻ്റെ പൊത്തിൽ നിന്ന് നീളമുള്ളൊരു മഞ്ഞക്കൊക്ക് പുറത്തേക്ക് കാണുന്നുണ്ട്. പൊത്തിലിരിക്കുന്ന പക്ഷിയുടേതാവാം ശബ്ദം. കുട്ടികൾ എന്തോ വികൃതി കാണിച്ചിരിക്കും. ഉറക്കെ സംസാരിക്കുന്ന മക്കൾക്ക് താക്കീതു നൽകിയതാവാം ആ കേട്ട ശബ്ദം. പ്ലാശിൻ്റെ പഴം തിന്നാൻ കയറി വരുന്ന മരപ്പട്ടിയുടെ ചെകിട്ടിലെങ്ങാനും ഈ ശബ്ദം കേട്ടിരുന്നുവെങ്കിൽ അമ്മയുടെയും മക്കളുടെയും കഥ കഴിഞ്ഞതു തന്നെ. രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് പുതുമഴ പെയ്യുമ്പോൾ എൻക്വയറി ഓഫീസിലെ മെർക്കുറി ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ചെറിയ പ്രാണികളെയും പാറ്റകളെയും കൊത്തിക്കുറിക്കാൻ വരുന്ന പക്ഷി. എന്തോ ഒരു പേരാണ് പറഞ്ഞത്. നാഗത്താൻ പക്ഷി. കറുത്ത തൂവലിൽ പുരണ്ടിരിക്കുന്ന നീലമയാണത്തിൻ്റെ ഏക അഴക്. എൻക്വയറി ഓഫീസിലേക്ക് ആരോ വിളിക്കുന്നു. വാച്ച്മാൻ വന്നു പറഞ്ഞു. എഴുന്നേൽക്കാതെ നിവൃത്തിയില്ല. ഏകാന്ത ധ്യാനം വഞ്ചിക്കപ്പെടുന്നു. പെട്ടെന്നാണ് കണ്ടത് ചതുരമുഖി. അവളെ പെണ്ണു കാണാൻ പോയത് ഇന്നലെ കഴിഞ്ഞതുപോലെയാണ്. ചതുരമുഖമുള്ള ആ പെണ്ണിന് സ്ത്രീത്വത്തിൻ്റെതായ യാതൊരു വളർച്ചകളുമില്ലായിരുന്നു. പരന്ന നെഞ്ച് ശുദ്ധശൂന്യമായിരുന്നു. അവൾക്ക് വയസ്സ് 20 കഴിഞ്ഞുവെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വിശ്വാസം വന്നില്ല. ചതുരാകൃതിയിലുള്ള മുഖത്ത് സദാപി തത്തിക്കളിക്കുന്ന ബ്രൗൺ നിറത്തിലുള്ള നീണ്ട കണ്ണുകൾ. ഈ ഒരൊറ്റ ആകർഷകത്വം കൊണ്ട് മാത്രം അവളെ അയാൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. അവളുടെ നോട്ടം ആത്മാവിലെവിടെയോ ഉടക്കി വലിച്ചതുപോലെ തോന്നി. യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ വീട്ടുകാർക്ക് വരൻ്റെ ഗൃഹസ്ഥിതി പിടിച്ചില്ലെന്നാണ് കാരണം പറഞ്ഞത്. അടുത്ത ദിവസത്തെ വധുക്കളിൽ ഒരുവളാണോ ഇവളും? അയാൾ സംശയിക്കാതിരുന്നില്ല. അയാളെ കണ്ടപ്പോൾ ബ്രൗൺ നിറത്തിലുള്ള കണ്ണുകൾ വികസിച്ചു. അവൾ ഇന്നും അതേപോലെ തന്നെയുണ്ട്. മാറിടത്തിന് അല്പം പോലും വളർച്ചയില്ല. തോളലുകൾ നിന്ന് താഴ്ത്തി ഇറക്കി വെട്ടിയ കറുത്ത ബ്ലൗസ് അവളുടെ മാറിൽ ഒരു ശവത്തുണി പോലെ കിടന്നിരുന്നു. അവളൊരമ്മയായി തീർന്നാൽ എങ്ങനെ കുഞ്ഞിന് മുല കൊടുക്കും? അയാൾ ആ സമയത്ത് ഗാഢമായി ഓർത്തത് അതേപ്പറ്റിയായിരുന്നു. ഭാവിയിൽ അവൾക്ക് പിറന്നേക്കാവുന്ന കുഞ്ഞിന് കാന്നു വലിക്കാനുള്ള മൂലത്തടങ്ങൾ അവൾക്കില്ലാതെ പോയതിൽ അയാൾക്ക് ഖേദം തോന്നി. ഒരു സ്ത്രീയുടെ പാതി സൗന്ദര്യം അവളുടെ മൂലകളിൽ തങ്ങി നിൽക്കുന്നുവെന്ന് പറയുന്നത് ശരിയാണോ? അവളുടെ പ്രത്യേകതയായ ആ ചതുരൻ മുഖവും ശൂന്യമായി കിടക്കുന്ന മാറും ബ്രൗൺ നിറത്തിലുള്ള കണ്ണുകളും അവൾക്ക് ഒരു പാതി പുരുഷത്വം നൽകുന്നില്ലേ? എന്നിട്ടും അവളിൽ എന്തോ അസാധാരണമായ പ്രത്യേകത അയാൾക്ക് തോന്നി. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കുറെ കൂടി അഴക് അവളിലുണ്ടെന്ന് ബോധ്യമായി. നഗ്നമായ പിൻകഴുത്തിൽ പടർന്നു കിടക്കുന്ന രോമവലയങ്ങൾ ഒരഴകല്ലേ? പാതി പുരുഷനും പാതി സ്ത്രീയുമാർന്ന അവളിൽ കുടികൊള്ളുന്ന വികാരപരതയല്ലേ ഒരളവിൽ അവളിലെ സൗന്ദര്യം? അവളെക്കുറിച്ചുള്ള കുറെ മാംസളമായ ആവി പറക്കുന്ന ഓർമ്മകളുമായി വീണ്ടും എൻക്വയറി ഓഫീസിൽ വന്നു കയറി. ഒരു ഫോൺ മെസ്സേജ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ടെലിഫോൺ റിങ് ചെയ്തുകൊണ്ടിരുന്നു. അയാൾ റിസീവർ കയ്യിലെടുത്തു. ഹലോ, ദേവസ്ഥാനം സത്രമല്ലേ? അതെ. അവിടെ ഒരു കല്യാണ പാർട്ടി റൂം എടുത്തിട്ടുണ്ടോ? 150ഓളം വിവാഹം അടുത്ത ദിവസം ക്ഷേത്രത്തിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും ഇവിടെ തന്നെയാണ് റൂം റിസർവ് ചെയ്തിട്ടുള്ളത്. അയാൾ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഒരു പാർട്ടി വന്നിട്ടുണ്ടോ? രജിസ്റ്റർ നോക്കിയിട്ട് പറയാം. ഫോൺ ഡിസ്കണക്റ്റ് ചെയ്യണ്ട പ്ലീസ്. ഹോൾഡ് ഓൺ. രജിസ്റ്റർ പരിശോധിച്ച് നോക്കുന്നതിനിടയിൽ അയാൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു മേൽവിലാസം കാണുന്നില്ല. ശ്രീകൃഷ്ണപുരത്തു നിന്ന് ഒരു പാർട്ടിക്കാർ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അവരാകുമോ? അതെ, അത് തന്നെ. ഗോവിന്ദമേനോൻ്റെ പേരിലാവും റിസർവേഷൻ. ആവാം. എന്താണ് വേണ്ടത്? ഗോവിന്ദമേനോൻ്റെ മകളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വരനെ ഇന്നലെ മുതൽക്കു കാണാനില്ല. അയാൾ ഒളിച്ചു കളഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ബസ്സും കാറും ഏൽപ്പിച്ചത് വെറുതെയായി. ഫോണിൻ്റെ അപ്പുറത്തു നിന്നുള്ള ശബ്ദം കുറഞ്ഞു വരാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വിസ്തരിച്ചു പറയൂ. അയാൾ വീണ്ടും ഫോണിലൂടെ സംസാരിച്ചു. വ്യക്തമായ മറുപടി കിട്ടി. സംഭവങ്ങൾ വിശദീകരിച്ചു. പെണ്ണിൻ്റെ വീട്ടുപേരും ആകൃതിയും സവിസ്തരം പ്രതിപാദിച്ചു. ഗോവിന്ദമേനോൻ്റെ മകൾ ചതുരമുഖിയുടെ വിവാഹം അടുത്ത ദിവസം നടക്കാൻ പോകുന്നില്ല. ഈ വിവരം
എങ്ങനെ അവരെ അറിയിക്കും? അയാൾ വിഷമത്തിലായി. വരൻ്റെ വിടവ് നികത്താൻ ഒരു പക്ഷേ അവസാന നിമിഷത്തിൽ അയാളെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തെങ്കിലോ? വേണ്ട, ആരും പരസ്പരം അറിയാതിരിക്കട്ടെ. അയാൾ ഒരു തീരുമാനത്തിലെത്തി. അയാൾക്ക് ഫോണിലൂടെ കിട്ടിയ മെസ്സേജ് വധുവിൻ്റെ പാർട്ടിക്കാരെ അറിയിക്കാതെ ഓഫീസിലെ പഴയ മരക്കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. മരക്കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന അയാൾക്ക് അഭിമുഖമായി ചതുരമുഖി ശൂന്യമായ മാറോടെ മലർന്നു കിടക്കുന്നതുപോലെ തോന്നി. ബ്രൗൺ നിറത്തിലുള്ള കണ്ണിൽ വെളിച്ചം നിന്നു കത്തുന്നതുപോലെ അയാൾ അവാച്യമായ നിർവൃതിയോടെ മരക്കട്ടിൽ 2 കൈകളെ കൊണ്ടും ബലമായി വരിഞ്ഞു മുറുക്കി. അയാളുടെ കൈകൾ